ഇന്ത്യൻ സിനിമയിൽ സമീപകാലത്ത് ഏറ്റവുമധികം പ്രീ-റിലീസ് ഹൈപ്പുമായി എത്തിയ ചിത്രമാണ് പുഷ്പ 2. 2021-ൽ പുറത്തെത്തിയ പുഷ്പ ദി റൈസിന്റെ സീക്വൽ എന്നതുതന്നെ ഈ ഹൈപ്പിനുള്ള കാരണം. ഈ ഹൈപ്പ് പൂർണ്ണമായും മനസ്സിലാക്കിക്കൊണ്ടുള്ള മാർക്കറ്റിംഗും റിലീസുമാണ് നിർമ്മാതാക്കളായ മൈത്രി മൂവി മേക്കേഴ്സും സുകുമാർ ടൈറ്റിംഗ്സും നടത്തിയത്. തെലുങ്ക് സംസ്ഥാനങ്ങളിൽ വ്യാഴാഴ്ച പുലർച്ചെ 1 മണിക്ക് ആദ്യ ഷോകൾ ആരംഭിച്ചെങ്കിൽ കേരളമുൾപ്പെടെയുള്ള പലയിടങ്ങളിലും പുലർച്ചെ 4-നായിരുന്നു ആദ്യ ഷോ. ലോകമാകമാനം 1200 സ്ക്രീനുകളിലാണ് ചിത്രം റിലീസ് ചെയ്യപ്പെട്ടത്. ഇപ്പോഴിതാ ചിത്രത്തിന്റെ ആഗോള ഓപ്പണിംഗ് കളക്ഷൻ പുറത്തുവിട്ടിരിക്കുകയാണ് നിർമ്മാതാക്കൾ. ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പ് ഇന്ത്യയിൽ നിന്ന് നേടിയ ഓപ്പണിംഗ് സംബന്ധിച്ച കണക്ക് നിർമ്മാതാക്കൾ നേരത്തെ പുറത്തുവിട്ടിരുന്നു. 72 കോടിയാണ് ഇത്. ഇത് ഒരു ഹിന്ദി ചിത്രത്തിന് ഇന്ത്യയിൽ ലഭിക്കുന്ന എക്കാലത്തെയും ഏറ്റവും വലിയ ഓപ്പണിംഗ് ആണ്. ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ആഗോള ഓപ്പണിംഗും ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന തുകയാണ്. 294 കോടിയാണ് ചിത്രം ആദ്യ ദിനം ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയതെന്ന് നിർമ്മാതാക്കളായ മൈത്രി മൂവി മേക്കേഴ്സ് അറിയിച്ചിരിക്കുന്നു. 2022 മുതൽ ആ സ്ഥാനത്ത് ഉണ്ടായിരുന്ന എസ് രാജമൗലി ചിത്രം RRRനെ മറികടന്നാണ് പുഷ്പ 2 റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുന്നത്. 223.5 കോടി ആയിരുന്നു RRRന്റെ വേൾഡ് വൈഡ് ഓപ്പണിംഗ്. രാജമൗലിയുടെ തന്നെ ബാഹുബലി ദി കൺക്ലൂഷൻ ആണ് ഓപ്പണിംഗിൽ അടുത്ത സ്ഥാനത്ത്. 214.5 കോടിയാണ് ചിത്രത്തിന്റെ ആഗോള ഓപ്പണിംഗ്.